അപ്പോഴത്തേക്ക് എന്തോ അമ്മ അകത്ത് നിന്ന് ഓടി എന്തോ അമ്മയെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് അലറി നിലവിളിച്ച് അകത്തോട്ട് ചെന്നപ്പോ എന്റെ അമ്മ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മള് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ നമ്മൾ ഒന്ന് പതുക്കെ ബാക്കിലോട്ട് ആയിപ്പോയി കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ചാനൽ 4 വർഷമായിട്ട് ഒരു ചാനൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളുടെ ചാനൽ പെട്ടെന്ന് അടിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്റെ ചാനല് എന്റെ എനിക്ക് ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാരൊന്നും എനിക്ക് പുതിയൊരു ചാനൽ ഉണ്ടായി എന്ന ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. കാരണം അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഈ നമ്മളെ വീഡിയോസ് ഇട്ട് നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതം അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങനെ ഒരു പുതിയ ചാനൽ ഉണ്ട് എന്ന് നമ്മുടെ പഴയ ഫ്രണ്ട്സിന് അറിയാൻ പറ്റൂ. സോ ഞാൻ ക്ഷമയോട് കാത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഇടാനായിട്ടൊരു വിഷമമുണ്ട്. എന്നാലും ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടും. നമ്മൾ പുതിയ യൂട്യൂബേഴ്സ് വിചാരിക്കണം എല്ലാ ദിവസവും നിങ്ങൾ പോയി ഡിപ്രസ്ഡ് ആവാതെ തന്നെ എല്ലാ ദിവസവും ഒരു 2 വീഡിയോ എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് സമയത്ത് ഇടുക. എങ്കിൽ മാത്രമേ നമ്മളുടെ ചാനൽ കയറി പോകത്തുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യുക. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ 4 വർഷമായിട്ട് ചാനൽ ഉള്ള ആളാണ്. ഞാൻ ആദ്യമൊക്കെ വളരെ കുറച്ചായിരുന്നു എനിക്ക്. പിന്നീട് ഒരു 4000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ അത് അവിടെ തന്നെ നിന്നു. പിന്നീട് ഞാൻ ഒരു ദിവസം 2-3 വീഡിയോസ് ഇട്ടിട്ട് അങ്ങനെയാണ് എനിക്കൊരു 18,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പെട്ടെന്നായത്. അതൊരു 6 മാസത്തിനകമാണ് എനിക്ക് ആയത്. കാരണം അത്രമാത്രം 6 മാസം കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ മാക്സിമം ഇടാൻ തുടങ്ങിയത്. പിന്നെ ഞാനിപ്പോ 1 മാസമായിട്ട് സത്യം പറഞ്ഞ ബിഗ് ബോസിന്റെ 1.5 മാസം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഞാൻ കാണാൻ തുടങ്ങിയത്. ബിഗ് ബോസിന്റെ റിവ്യൂ ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. നന്നായിട്ട് എനിക്ക് റീച്ച് ഒക്കെ കിട്ടി. 3 ലക്ഷം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. 3.5 ലക്ഷം ആൾക്കാർ വരെ എന്റെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു അബദ്ധം ചെയ്തത് കൊണ്ടാണ് എന്റെ ചാനൽ ഇപ്പൊ സ്ട്രൈക്ക് വന്നത്. 20 സെക്കൻഡ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ അതിനകത്ത് വോയിസ് ഇടാതെ ആ ക്ലിപ്പിംഗ് മാത്രം ഇവരുടെ 20 സെക്കൻഡ് ഒക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ അതിന്റെ ക്ലിപ്പിംഗ് എന്റെ വീഡിയോസ് കൂടിയിട്ട്, പക്ഷെ അതിന്റെ കൂടെ സൗണ്ട് ഞാൻ എന്റെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് വരില്ലായിരുന്നു. സോ എന്തായാലും ഗൈസ് 95% എന്റെ ചാനൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാലും അവര് സ്ട്രൈക്ക് ചെയ്ത വീഡിയോസിന്റെ ഇടയ്ക്ക് എന്റെ വ്ളോഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ചെയ്ത് ഞാൻ ഊണ് കഴിച്ച വ്ളോഗ്, അങ്ങനെയൊക്കെ ആ വ്ളോഗ് എല്ലാം കൂടി ചേർത്ത് കൊടുത്തോണ്ട് ഞാൻ അതിനെയൊക്കെ വെച്ചിട്ട് കൗണ്ടർ നോട്ടിഫിക്കേഷൻ ചെയ്തു. പിന്നെ നമ്മൾ 20 സെക്കൻഡ് 21 സെക്കൻഡ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് കൗണ്ടർ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ 3 സ്ട്രൈക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 7 ദിവസത്തിനകം ചാനൽ ടെർമിനേറ്റ് ആയി പോകും. പക്ഷെ എനിക്ക് അവർ ഹോൾഡ് ചെയ്ത് 90 ദിവസം അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്തിട്ടും അവര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് അവരത് 5% കൺസിഡർ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ 4 വർഷമായിട്ട് ഒരു 4 മാസം ഒരു ചാനൽ തുടങ്ങി 4 മാസം ആയപ്പോ തന്നെ മീൻസ് 2020 ജൂണിൽ മറ്റോ ആണ് ഞാൻ ചാനൽ തുടങ്ങി. മെയ്യിലായിരുന്നു. അപ്പൊ മെയ്യിൽ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് എനിക്ക് മോണിറ്റൈസ്ഡ് ആയി. അപ്പൊ ഞാൻ അത് നേരത്തെ തന്നെ മോണിറ്റൈസ്ഡ് ആക്കിയ ചാനലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവര് എന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. മറ്റുള്ളവർക്ക് അവര് നമ്മുടെ സ്ട്രൈക്ക് ചെയ്തവർക്ക് റിക്വസ്റ്റ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ അവർക്ക് അങ്ങനെ താഴേണ്ട ഒരു ആവശ്യകത നമുക്ക് തോന്നിയില്ല. കാരണം ചാനൽ പോണെങ്കിൽ പോയിക്കോട്ടെ. പിന്നെ നമ്മളൊരു ചാനൽ ടെർമിനേറ്റ് ആയാൽ നമ്മുടെ പേരിൽ പിന്നെ ചാനൽ എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രശ്നമുണ്ട്. കാരണം യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസും യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതേ ഉള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാൻ എന്റെ പേരിലല്ല ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. സോ എന്തെങ്കിലും നോക്കാം. അല്ലെങ്കിൽ അസോസിയേറ്റഡ് ചാനൽസ് ഒന്നും മോണിറ്റൈസ്ഡ് തരത്തില്ല. അവർ മോണിറ്റൈസേഷൻ നമുക്ക് ചാനൽ തുടങ്ങാം, പക്ഷെ മോണിറ്റൈസേഷൻ അവർ തരത്തില്ല. അസോസിയേറ്റഡ് ചാനൽ ഉണ്ടെങ്കിൽ നമ്മളെ പേര് തന്നെ അങ്ങനെ ഒരു പ്രോബ്ലം വരും മോണിറ്റൈസേഷൻ ടൈം ആകുമ്പോൾ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ഇടേണ്ട പ്രധാന കാരണം ഇന്ന് എന്റെ അമ്മ മരിച്ചിട്ട് 6 വർഷമായി ഗൈസ്. 6ാമത്തെ വർഷമാണ് ഇന്ന്. ജൂൺ 27 2018 ജൂൺ 27 തീയതിയാണ് എന്റെ അമ്മ മരിച്ചത്. അപ്പൊ ഇന്ന് 6 വർഷമായി. ഇന്നിപ്പോ ക്ഷേത്രത്തിലൊക്കെ പോകാനുള്ള ഒരു പരിപാടിയുണ്ട്. രാവിലെ തിലക ഹോമമൊക്കെ ചെയ്യണം. തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രത്തിലാണ് സാധാരണ പോയി ചെയ്യാറുള്ളത്. അങ്ങോട്ട് പോകാനുള്ള ഇതിലാണ് ഞാനൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോ ഞാൻ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ലൈവ് വരും. ടൈം ഞാൻ എപ്പോഴാണെന്നുള്ളത് 10:30 മുതൽ 11:30 വരെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത്രയും ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തില്ല. കാരണം ഞാൻ PhD പഠിക്കുകയും കൂടി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ ഒരു 9:30 മുതൽ 10:30 വരെ ഇരിക്കാന്ന് വിചാരിക്കണം. അപ്പൊ ലൈവ് വരുന്ന അനുസരിച്ച് എന്നെ ആരെങ്കിലും എന്നെ കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്ന് കാണുക. എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ലേഡീസിന്റെ കാര്യങ്ങൾ, ലേഡീസിന്റെ ലോയെ കുറിച്ചുള്ള നിയമകാര്യങ്ങൾ, അതുപോലെ ക്രിമിനൽ പ്രോപ്പർട്ടി, അങ്ങനെയുള്ള എല്ലാ ലോസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതായിരിക്കും.
അതുപോലെ തന്നെ എന്നെ കണ്ടാൽ കുറച്ച് പ്രായമൊക്കെ തോന്നുന്നില്ല എങ്കിലും എനിക്ക് നല്ല പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ സ്കിൻ കെയർ, ഡെയിലി സ്കിൻ കെയർ റുട്ടീൻസ്, എന്റെ എക്സർസൈസ്, എന്റെ ഹെൽത്ത്, ഫുഡ്, ഇതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ഡിസ്കസ് ചെയ്യാം, ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു ലീഗൽ അഡ്വൈസർ മാത്രമല്ല, കൗൺസിലറും കൂടിയാണ്, സൈക്കോളജിസ്റ്റും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയാം. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ തരുന്നതായിരിക്കും. പിന്നെ എന്റെ ഗൂഗിളിൽ എന്റെ നമ്പർ അടിച്ചു നോക്കുക, അഡ്വക്കേറ്റ് അനക്കാന്ന് പറഞ്ഞ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ എന്റെ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ നമ്പർ കിട്ടും, അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാം. എന്നെ എല്ലാവരും കൂട്ടുകാരായിട്ട് ഓടി വരൂ. അപ്പൊ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കാണാം. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ അതനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോ ഇന്ന് എന്റെ അമ്മ മരിച്ച ദിവസമാണ്. ഞാനിന്ന് ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അമ്മമാര്, നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അമ്മമാരുടെ വില നമുക്ക് അറിയാൻ പറ്റില്ല, സത്യം ഗൈസ്. കാരണം ഞാൻ അങ്ങനെയായിരുന്നു. എന്റെ അമ്മ കുറച്ച് ഏജ് ആയിട്ട്, ഒരു 40-45 വയസ്സൊക്കെ ആയതിനു ശേഷം ഞാൻ ജനിച്ച ഒരാളാണ്. അപ്പൊ അത്ര ഏജ് ആയിട്ട് വന്ന ഒരു വ്യക്തി ആയിട്ട് പോലും എന്റെ അമ്മ ഭയങ്കര ലാസ്റ്റ് സമയത്തൊക്കെ ഞാൻ LLM ലോ കോളേജിലും ഇവിടെ ലോ അക്കാഡമിയിലും പഠിക്കുന്ന സമയത്തും 2016 ഞാൻ LLM ചേർന്നത്. 2015 നവംബറിലാണ് അഡ്മിഷൻ എടുത്തത്. അപ്പം 2016-17 വരുന്ന സമയത്ത് എന്റെ അമ്മ, ഞാൻ രാവിലെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്തിട്ടാണ് വരുന്നത് കൊല്ലത്തുനിന്ന്. അപ്പൊ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് പോരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പൊ അതിനെ ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ ഒരു 1:30 ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേക്ക് എത്തും. അപ്പൊ ഞാൻ 3 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്നത് വരെ എന്റെ അമ്മ എന്നെ വെയിറ്റ് ചെയ്യുന്ന സിറ്റ് ഔട്ട് തന്നെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കും. അപ്പൊ രാവിലത്തെ ഫുഡൊക്കെ ഞാൻ എടുത്ത്, അമ്മയ്ക്ക് സ്വന്തമായിട്ട് അധികം ഒന്നും ചെയ്യാനായിട്ടുള്ള ആരോഗ്യമുള്ള ആളല്ലായിരുന്നു, നല്ല വണ്ണമൊക്കെ ഉണ്ട്. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിനകത്ത് നടക്കും എന്നുള്ളതല്ലാതെ ഒരു പണിയോ ഒരു ജോലിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ വർഷങ്ങളായിട്ട് സുഖമില്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരേ പ്രോബ്ലംസ് ആയിട്ടിരിക്കണ ഒരു അമ്മയായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ എന്നെ കാത്തിരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു ദിവസം എന്റെ അമ്മ, ഞാൻ 3 മണി കഴിഞ്ഞു കേട്ടോ. കാരണം 2 മണി വരെ എനിക്ക് സെമിനാർ ഉണ്ടായിരുന്നു. 2 മണി കഴിഞ്ഞ് 2:30 ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. എന്റെ അമ്മയ്ക്ക് അതൊക്കെ കാര്യം ഫോണില്ല, ലാൻഡ് ഫോണിൽ എമർജൻസിയിൽ ഞാൻ അത്രയ്ക്ക് കണ്ണൊന്നും ഇച്ചിരി ഒരു കാഴ്ച കുറവാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നല്ലതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അമ്മേനെ ഏൽപ്പിച്ചിട്ട് വരാനായിട്ട് ഒരാളില്ല. സോ എന്നിട്ട് ഞാനപ്പോ ഗേറ്റൊക്കെ പൂട്ടിയിട്ടാണ്, ഞാൻ ഗേറ്റൊക്കെ പൂട്ടി. അമ്മ പിന്നെ സിറ്റ് ഔട്ടിൽ വരെ വന്നിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തുള്ളവർക്കെല്ലാം അറിയാം അമ്മ ഒറ്റയ്ക്കുള്ളൂന്ന്. പക്ഷെ ഞാനൊരു 2:30 ഞാൻ വിളിച്ചു പറയുമ്പോ അമ്മ പക്ഷെ ഫോൺ എടുക്കാൻ ഓടിയങ്ങനെ വന്നാൽ വീഴുവോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ വിളിച്ചില്ല. ഞാൻ പെട്ടെന്ന് വരാമല്ലോ. അപ്പൊ 2:30 ആയപ്പോഴും ഞാൻ വണ്ടി എടുത്ത് പോരുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ 2:30 ആയപ്പോഴത്തേക്ക് വണ്ടി എടുത്ത് പോരുന്നിട്ട് ഒരു 1.5 മണിക്കൂർ കൂടുതൽ വേണം നമ്മള്. ഒന്നാമത്തെ കാര്യം ആ ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ, 1.25-2 മണിക്കൂർ വേണം നമുക്ക് എത്തണമെങ്കിൽ. അപ്പോഴ് ഞാൻ കുറച്ച് ലേറ്റ് ആയി. അമ്മയ്ക്ക് സമയം നോക്കാനറിയാം, കൃത്യമായിട്ട് ക്ലോക്കിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ സമയം ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ ഇങ്ങനെ ലേറ്റ് ആവുന്നു. അമ്മ അവിടെ കിടന്ന് ബഹളം വെച്ച്, എന്റെ മോളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് അടുത്തുള്ളവരെല്ലാം കൂടി നിറച്ച ആൾക്കാരും, പറ്റുന്നവരൊക്കെ അകത്തൂടെ ഗേറ്റ് ചാടി, ഏതോ ചെക്കന്മാരെ കൊണ്ട് ഗേറ്റ് ചാടി കടന്നിട്ട് അവര് ഗേറ്റ് തുറന്നു. ഗേറ്റ് അകത്തുനിന്ന് അടച്ചിരിക്കുമല്ലേ. അപ്പൊ അകത്തുനിന്ന് അടച്ചിരിക്കുന്ന സാധനം അമ്മയുടെ കയ്യിൽ ഒരു താക്കോല് കൊടുത്തിട്ടുണ്ട്. അകത്ത് ചെന്നിട്ട് താക്കോലെടുത്ത് അവര് ഡോർ തുറക്കുക. അമ്മ എടുത്തുനിന്ന് താക്കോല് വാങ്ങിച്ച ഒരു ഗേറ്റ് തുറന്നിട്ടു. ഞാനൊരു 1-2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ചെന്നു. 2 മണിക്കൂർ 4:30 മണിയായപ്പോ ചെന്നപ്പോ എന്റെ വീട്ടിന്റെ മുന്നിൽ മുഴുവൻ ആൾക്കൂട്ടൊന്ന് ആലോചിച്ച് നോക്കി എന്റെ ഒരു അവസ്ഥ. ഞാൻ വിചാരിച്ചു എന്റെ അമ്മയ്ക്ക് എന്തോ പറ്റിയെന്നും പറഞ്ഞു ഞാൻ കാറൊക്കെ റോഡിൽ കളഞ്ഞിട്ട് ഓടി ഗേറ്റിന് അതോടൊന്നും കാറ്, കാരണം നിറയെ ആൾക്കാരാ, ലോകത്തുള്ള ആൾക്കാരാ, അടുത്തുള്ളവരെല്ലാം വന്നു നിൽക്കുന്നു. അപ്പോഴത്തേക്ക് എന്തോ അമ്മ അകത്തിരുന്ന് ഓടി, എന്തോ അമ്മയെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് അലറി നിലവിളിച്ച് അകത്തോട്ട് ചെന്നപ്പം എന്റെ അമ്മ അവിടെ ഇരുന്ന് കരയുന്നു, എന്റെ മോളെന്നും പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചൊക്കെ ആ ഒരു അത്രയ്ക്ക് ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചോക്കെ. അപ്പോഴത്തേക്ക് ആൾക്കാരിലോട് അയ്യോ മോളെ നിന്നെ കാണാൻ അമ്മ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ഞങ്ങളെല്ലാം ഓടി വന്നതാന്നും പറഞ്ഞിട്ട്. അയ്യോ ഗൈസ്, അങ്ങനെ ഒരു ഭയങ്കര എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മയായിരുന്നു. കാരണം ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസേൺ ആണ്. അമ്മയ്ക്ക് എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ്. മക്കളെന്ന് പറഞ്ഞാൽ ഇനി മക്കൾക്ക് 60 വയസ്സായാലും അമ്മമാർക്ക് മക്കളെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മയാണ്. അപ്പൊ അമ്മ ഇന്ന് മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. അമ്മ ഇല്ലാഞ്ഞപ്പോഴാണ് അമ്മയുടെ വില മനസ്സിലാക്കണേ. അമ്മയാണെങ്കിൽ എന്റെ പുറകെ നടക്കും, മോളെ അത് തിന്നുമോളെ ഇത് തിന്നുമോളെ, ഒരു ദോശ ഈ ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോഴൊക്കെ, രാവിലെ ഞാൻ പോകുന്നില്ലേ അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറില്ല. ചിലപ്പോൾ ഞാൻ ടെൻഷനിൽ ചിലപ്പോൾ 4:30 ചെന്നാലും അമ്മയ്ക്ക് ചായ ഇട്ട്
കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ അവിടെയൊക്കെ നടക്കുവാണെങ്കിൽ അമ്മ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന പറയുമ്പോ ഞാൻ അമ്മയോട് കിടന്നല്ല, അമ്മേ നിങ്ങൾക്ക് എന്താ അമ്മേ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ അമ്മേ എന്നും പറഞ്ഞു, ഇങ്ങനെ ഞാൻ കഴിച്ചോളാം ഇങ്ങനെ കിടന്ന് ബഹളം എന്നും പറഞ്ഞ് ഞാൻ അമ്മയോട് നേരെ അലറും. കാരണം എല്ലാ മക്കളും എനിക്ക് തോന്നുന്നു ഒരുവിധമൊക്കെ ചില മക്കൾ നമ്മുടെ അമ്മയോടല്ലേ നമുക്ക് ദേഷിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ മിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാ മക്കളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അമ്മമാരുടെ സ്നേഹത്തിന് മുന്നിൽ. അപ്പൊ അമ്മയോട് ദേഷിക്കാം. പക്ഷെ നമ്മളെ മക്കളെ തിരിച്ചു പറയത്തില്ല, വീണ്ടും അതും കൊണ്ടുവരും നമ്മുടെ പുറകില്. എന്നെ വീണ്ടും എന്റെ കാലിന്റെ അവിടെ ബെഡിൽ ഞാൻ കിടക്കുവാണ്, എന്റെ കാലിന്റെ അവിടെ വന്നിരിക്കും, മക്കളെ ചായ കുടി മക്കളെ, ഫുഡ് കഴിക്കും മക്കളെ, എന്തെങ്കിലും കഴിക്കും മക്കളെ, വിശക്കുമ്പോൾ ഗ്യാസ് കയറുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ആ കാലിന്റെ അവിടെ ഇരിക്കുമ്പോൾ അത് എനിക്ക് 6 വർഷമായിട്ട് എനിക്കത് അന്യം നിന്ന് പോയി. അതിന്റെ ഒരു സങ്കടം എനിക്ക് എന്റെ ലൈഫിൽ ഇനി മരണം വരെ, ഞാൻ എന്ന് മരിക്കുന്നു അന്ന് വരെ എനിക്ക് ഉണ്ടാവും ഗൈസ്. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്, മക്കളെന്ന് പറഞ്ഞാൽ ജീവനാണല്ലേ. അപ്പൊ എല്ലാ അമ്മമാർക്കും നല്ലത് വരട്ടെ. നമ്മളും കണ്ണില്ലാത്തപ്പോഴേ നമ്മൾ കണ്ണിന്റെ വില അറിയത്തുള്ളൂ. നമ്മുടെ അമ്മമാരുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും, അമ്മയായാലും അച്ഛനായാലും ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ വില മനസ്സിലാക്കത്തില്ല. മനസ്സിലാക്കുന്നവരുണ്ടാകും, പക്ഷെ നമ്മൾ മാക്സിമം ആൾക്കാർ മുഴുവൻ വിലയും 100% അവരുടെ മൂല്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാർക്കും നല്ലത് വരട്ടെ, ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി എല്ലാ അമ്മമാരും ഇരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടും. എല്ലാ ദിവസവും 5 മണിക്ക് എന്റെ വീഡിയോ ഉണ്ടാകും ഗൈസ്. എല്ലാ ദിവസവും 5 മണിക്ക് 5 o'clock. പിന്നെ ഞാൻ ലൈവ് ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും. എന്നെ കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വരിക. എനിക്ക് എന്ത് ചോദിക്കണമെങ്കിലും എന്നോട് ചോദിക്കാം. ഓക്കെ ഗൈസ്.